എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, എടാ നീ ആയിട്ട് അവളോട് ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പോകരുത്. കാരണം നിന്നെക്കുറിച്ച് അവൾക്ക് ഒരു മതിപ്പും ഇഷ്ടവും ഒക്കെ ഉണ്ട് മനസ്സിൽ. അത് നീയായിട്ട് ഇല്ലാതാക്കരുത്. വേറുള്ളവർ പറയുന്ന കേട്ടൊന്നും പറയാൻ പോകണ്ട എന്ന് പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അലീന വിളിക്കുന്നുണ്ട്, ചായ എടുത്തു വെച്ചു, ചായ കുടിക്കാൻ വാ എന്ന് പറഞ്ഞ്. അവർ രണ്ടുപേരുടെ താഴോട്ട് ചെല്ലുന്നു. എന്നിട്ട് അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, കൊല്ലപ്പള്ളിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം, മനുവേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അവിടെ വിശേഷമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു ഓട്ടോ വരുന്ന ശബ്ദം കേൾക്കുന്നത്. അന്നേരം ഞാനിപ്പോൾ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അലീന അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഇറങ്ങി ചെല്ലുമ്പം ഷാജിയാട്ടോ. ഷാജിയെ കാണുന്നെങ്കിൽ ഷാജിയേട്ടാ കയറി വാ, ചായ കുടിച്ചിട്ട് പോകാം എന്നൊക്കെ അലീന പറയും. അന്നേരം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, നീ അവിടെ ആ കോളനിയിൽ വന്ന് ശരണ്യെ കണ്ട് അവളുടെ മനസ്സ് മാറ്റി കോടതിയിൽ മൊഴി മാറ്റി പറയിച്ചല്ലേ, അതിൻ്റെ പേരിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുമ്പം അലീന പറയും, ഞാൻ അങ്ങോട്ട് വന്നത് അവൾക്ക് വേണ്ടിയാണ്, അല്ലാതെ മൊഴി മാറ്റിക്കാനോ വേറെ ഒരു കാര്യം സാധിച്ചെടുക്കാനോ വേണ്ടിയല്ലായിരുന്നു എന്ന് പറയുമ്പം അതൊന്നും എനിക്കറിയത്തില്ല, ഏതായാലും നിൻ്റെ കാര്യം സാധിച്ചു കിട്ടി, അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ അങ്ങോട്ട് വരാത്തത്, ഇപ്പം നിനക്ക് കാണുകയും ആശ്വസിപ്പിക്കുകയോ ഒന്നും വേണ്ടേ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ അവിടെ വന്നതാണ്, അവസാനം വന്നപ്പം എന്നെ ആ വീട്ടിൽ കയറ്റിയില്ല, എല്ലാവരും കൂടി അവിടുന്ന് പറഞ്ഞു വിട്ടു, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത് എന്ന് പറയുമ്പം അതൊന്നും എനിക്കറിയത്തില്ല, ഇപ്പം ഞാൻ വന്നത് ശരണ്യെ പറഞ്ഞിട്ടാണ്, അവൾക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു, 2 ദിവസമായിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കുവാണ്, നിന്നെ കണ്ടാലേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നു, അതുകൊണ്ട് വരാൻ മനസ്സുണ്ടെങ്കിൽ ഇപ്പം ദേ എൻ്റെ കൂടെ വാ, ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുക. അന്നേരം അലീന പറയും, എനിക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല, ഞാനൊരു വീട്ടിൽ നിൽക്കുവാണ്, അന്നേരം ഇവിടെ പറഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്നാൽ വരണ്ട, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ഒന്നും മനസ്സല്ല ഞങ്ങളുടേത്, ഞങ്ങൾ ഒക്കെ പാവങ്ങളാണ്, ഞങ്ങൾ ഒരു രീതിയിലേ ചിന്തിക്കുകയുള്ളൂ, നേരെ വാ നേരെ പോ, അല്ലാതെ മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് ചിരിച്ച് കാണിക്കാനൊന്നും ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുവാണ് ഷാജി. അന്നേരം അലീന പറയുന്നുണ്ട്, ഷാജിയിട്ട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല, ഞാൻ പറയണ കേൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വേണ്ട, എനിക്കൊന്നും പറയാനില്ല, ഇവിടെ വന്ന് പറയാൻ മോള് പറഞ്ഞു, ശരണ്യ പറഞ്ഞ കാര്യം ഞാൻ വന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോകും. ആകെ വിഷമാവുന്നു അലീനയ്ക്ക്. അലീനകത്തോട്ട് കയറി ചെല്ലുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരാ മോളെ വന്നത് എന്ന്. അന്നേരം ആ ഷാജിയേട്ടനാണ് എന്ന് പറയുമ്പം അയാൾ നിന്നോട് ദേഷ്യപ്പെട്ടോ എന്ന് ചോദിക്കും. അന്നേരം ദേഷ്യപ്പെട്ടൊന്നുമില്ല, ശരണ്യയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, ശരണ്യയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു, അത് പറയാൻ വേണ്ടി വന്നതാ എന്ന് പറയും. അന്നേരം അതെങ്ങനെയാണ് മോളെ ശരിയാകുന്നത്, ഇതിനു മുമ്പ് നീ അങ്ങോട്ട് പോയപ്പോഴും അവിടെയുള്ളവരെല്ലാം നിന്നോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ, ഇനി ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിപാടും ഇല്ല, കാരണം മൊഴി മാറ്റിയതിന് ശേഷം ആദ്യമായിട്ടല്ലേ നീ ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത്, അത് ശരിയാകുമോ എന്നൊക്കെ ചോദിക്കുമ്പം അത് സാരമില്ല ചാ, അവരെന്നോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ലല്ലോ, അവളെ പോയി കാണണം, കണ്ടില്ലേ ശരിയാകിയല്ല, ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ തന്നെ പോകണ്ട, ഞാനും കൂടി വരാം എന്ന്. അന്നേരം അയ്യോ മനുവേട്ടൻ വരണ്ട, മനുവേട്ടനെ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകും എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, അത് സാരമില്ല, ഞാനൊരു മാസ്ക് വെച്ചോളാം എന്ന്. അന്നേരം ബാലേന്ദ്രനും പറയും, മനു വരട്ടെ കൂടെ, അപ്പോൾ എനിക്ക് ഇത്തിരി സമാധാനത്തോടെ ഇവിടെ ഇരിക്കാമല്ലോ, അത് നീ വേണ്ടെന്ന് വെക്കണ്ട എന്ന് പറയുന്നു. എന്നാൽ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ തന്നെ പോയാലോ, സമയം കളയാതെ പോയാലോ എന്ന് അലീന ചോദിക്കുവാണ്. പോയേക്കാം എന്ന് മനുവും പറയുന്നു. അങ്ങനെ അവർ വണ്ടിയെ കയറി കോളനിയിലേക്ക് പോവുക. പോകുന്നതിനിടയ്ക്ക് മനു ചോദിക്കുന്നുണ്ട് അലീനയോട്, എന്തിനാണ് ഷാജി അലീനയോട് ദേഷ്യപ്പെട്ടത്, അതിനുള്ള അവകാശമാണ് അയാൾക്കുള്ളത് എന്ന്. അയാൾക്ക് പുറത്തുനിന്ന് ഉറക്കെ സംസാരിക്കുന്ന മനുവിനെ കേൾക്കാമായിരുന്നല്ലോ, മനുവിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അന്നേരം അലീന പറയും, ഷാജിയേട്ടനല്ലേ എൻ്റെ ജീവൻ രക്ഷിച്ചത്, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ മനു തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്ന് കരുതി ഇനി എല്ലാ കാലത്തും അയാൾ പറയുന്നത് അനുസരിക്കണമെന്നുണ്ടോ, ഇപ്പം തന്നെ ശരണ്യെ കാണാൻ ഈ നിമിഷം ഇറങ്ങേണ്ട കാര്യമുണ്ടായിരുന്നോ, നാളെ ഒന്ന് കണ്ടാലും പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല മനുവേട്ട, അവളെ ഇന്ന് തന്നെ കാണണം, അവൾ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുവാണ് എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കാണാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുന്നു. അന്നേരം മനു പറയുന്നുണ്ട്, നീ ഒരു വീട്ടിൽ വെറുതെ നിൽക്കുന്ന വേലക്കാരിയല്ല, നീ ആ വീട്ടിലെ ഒരു സ്പെഷ്യൽ മെമ്പറാണ്, അത് നീ മനസ്സിലാക്കണമെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഞാനിപ്പോഴും ആ വീട്ടിലെ വേലക്കാരി തന്നെയാണ്, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ ബാലേന്ദ്ര മേനോൻ്റെ മകളാണോ, അല്ല, എന്നാൽ വൈജയന്തിയുടെ മകളാണെന്ന് ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ, അതുമില്ല, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ഞാൻ അവിടുത്തെ വേലക്കാരി തന്നെയാണ്, വേറെ ഒരു സ്ഥാനവും ആരും എനിക്ക് തന്നിട്ടില്ല, പിന്നെ ബാക്കിയുള്ളവരോട് തോന്നുന്ന സ്നേഹവും ഇഷ്ടമൊക്കെ എൻ്റെ മനസ്സിലാണ്, അതാരും അംഗീകരിച്ച് തന്നിട്ടുമില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മനു ചോദിക്കുന്നുണ്ട്, എന്താണ് ശരണ്യോട് ഇത്ര അറ്റാച്ച്മെൻറ്റ് വരാനുള്ള കാരണം, ശരണ്യെ രക്ഷിക്കണം, അവളെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തോന്നാനുണ്ടായ കാരണം എന്തായിരുന്നു എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നെടുമ്പൊരിക്കൽ ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിന്നല്ല ശരണ്യയുടെ വീട്ടിലോട്ട് പോയത്, എൻ്റെ മനസ്സിപ്പോഴും ആ പഴയ സ്നേഹ
വൃദ്ധസദനത്തിൽ തന്നെയാണ്. അവിടെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ അവിടെ വളർത്തിയിട്ടുണ്ട്. റീഹാബിറ്റേഷൻ സെൻറ്റർ പോലെ ഇങ്ങനെ അബ്യൂസ് ചെയ്ത കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അലീന ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നവരുടെ മനസ്സെന്താണ്, അവരുടെ ജീവിതം ഏത് രീതിയിലാണ് തകർന്നു പോയേക്കുന്നത്, അതെങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയയും അതിനെപ്പറ്റി ഒരു കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് അറിയാം. അതിൻ്റെ തീവ്രത അറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട്, എനിക്കതെല്ലാം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്, അവളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് അച്ഛൻ പോലും രോഹിത്തിന് വേണ്ടി അവളോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം ഞാൻ ചെയ്യാണ്ടിരുന്നത് എന്നിങ്ങനെ പറയുക. അന്നേരം മനു പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രഷർ എൻ്റെ മേലുമുണ്ട്. അലീനയോട് പറഞ്ഞ് ഹരിയെ രക്ഷിക്കണമെന്ന് വീട്ടിൽ അച്ഛനും അമ്മയും പലതവണ എന്നോട് പറയുന്നതാണ് എന്ന് പറയുമ്പം അലീന ചോദിക്കും, എന്നിട്ട് എന്താ മനുവേട്ടൻ എന്നോടത് പറയാത്തത് എന്ന്. അന്നേരം അല്ല, അലീനയുടെ മനസ്സിൽ എന്നെക്കുറിച്ച് ഇത്തിരി ബഹുമാനവും ഇഷ്ടമൊക്കെ ഉണ്ട്, ഒരു സ്ഥാനമുണ്ട് അലീനയുടെ മനസ്സിൽ, എനിക്ക് അത് കളയരുതെന്ന് എന്നോട് അങ്കിള് പറഞ്ഞു, അതുകൊണ്ടാണ് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ഹരി ചെയ്ത ഒരു കാര്യം വെച്ച് അവന് രക്ഷപ്പെടാനുള്ള യാതൊരു അവകാശവും ഇല്ല. മനസ്സ് കൊടുത്ത് സ്നേഹിച്ച പെൺകുട്ടിയെ കൂട്ടുകാർക്ക് പങ്കുവെച്ചവൻ ജീവിക്കാൻ അർഹനല്ല എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, ശരിയാണ്, അവൻ ചെയ്തതെല്ലാം തെറ്റാണ്, പക്ഷേ ഇത്ര ചെറുപ്പത്തിൽ അവൻ്റെ ജീവിതം നശിച്ചു പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചവന് സ്വന്തമായിട്ട് ജീവിക്കാൻ അവകാശമില്ല എന്ന്. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും അങ്ങ് കോളനിലേക്ക് എത്തുന്നു. അവിടെ എത്തിക്കഴിയുമ്പം ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിക്കുക മനു. അന്നേരം ഇനി നടക്കാനാണ് ഉള്ളത് എന്ന് പറയുമ്പം മനുവും കൂടെ വരാമെന്ന് പറയും. അന്നേരം അലീന നിർബന്ധിച്ച് മാസ്ക് വെപ്പിക്കുന്നുണ്ട് കേട്ടോ, ഇനി ആരെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞാലോ എന്ന് കരുതി. എന്തായാലും അവർ മാസ്കൊക്കെ വെച്ച് വീടിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ മുറ്റത്ത് നിൽക്കുമായിരുന്നു ശരണ്യ. പെട്ടെന്ന് അകത്തേക്ക് കയറി പോകുന്നത് അലീന കാണുന്നുണ്ട്. അവിടെ ഇവർ മുറ്റത്തോട്ട് വന്ന് കയറുമ്പോഴത്തേക്കും അച്ഛൻ ഇറങ്ങി വരും. അന്നേരം അനിയനും ഓടി വരുന്നുണ്ട് കേട്ടോ, എവിടെയാണ്ട് കളിക്കുമായിരുന്നു, ഇവരെ കണ്ടുകൊണ്ട് ഓടി വന്നതാണ്. അന്നേരം നീ എവിടെ പോയതായിരുന്നുണ്ടാന്ന് ചോദിക്കുമ്പം ഞാൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിലായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അച്ഛനോടായിട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് മനഃപൂർവ്വം വരാതിരുന്നതല്ല, നിങ്ങളെല്ലാവരും കൂടി എന്നോട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് തടഞ്ഞതുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് പറയുന്നു. അന്നേരം ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, അവർ കുറേ പേര് പാർട്ടിക്കാരും നേതാക്കന്മാരും ഒക്കെ വന്ന് കുറേ കാര്യങ്ങൾ പറയും. അവർ പറയുമ്പോൾ നമ്മൾ ഓർക്കും അതാണ് ശരിയെന്ന്. അത് കഴിഞ്ഞ് നിങ്ങൾ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഓർക്കും ഇതാണല്ലോ ശരിയെന്ന് ഓർക്കും. അല്ലാതെ ഇതൊന്നും തിരിച്ചറിയാനോ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കാനോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല കുഞ്ഞെ, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് സാധിക്കത്തില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ശരണ്യയുടെ കാര്യം പറയുന്നുണ്ട്, അവളിപ്പം ആകെ വിഷമിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് നടക്കുവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ കണ്ടോളാൻ പറയുന്നു. അന്തിക്കും ശരണ്യയുടെ അമ്മ ഇറങ്ങി വരും. അന്നേരം അമ്മ പറയുന്നുണ്ട്, മോളെ മാത്രമേ അവൾക്കിപ്പോൾ വിശ്വാസമുള്ളൂ, എപ്പോഴും കരച്ചിലാണ്, സങ്കടമാണ്, ഭക്ഷണം പോലും ഇന്നലെ തൊട്ട് കഴിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പം എങ്കിൽ അവൾക്കുള്ള ഭക്ഷണം എടുത്തോ, ഞാൻ കൊടുത്തോളാം, അവൾ ഭക്ഷണം കഴിക്കും, ഞാൻ അവളെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറയുമ്പം എന്നാൽ മോൾ അകത്തോട്ട് ചെന്ന് അവളോടൊന്ന് സംസാരിക്കുക എന്ന് പറയും. അത് കഴിയുമ്പോൾ അലീന മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടാ ഞാൻ അവളെ ഒന്ന് കാണാൻ പോവാം, ഇത്തിരി സമയം എടുക്കും കേട്ടോ എന്ന്. അന്നേരം അവർ ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് എന്ന്. അന്നേരം അലീന പറയും, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവിടാൻ വേണ്ടി വന്നത് ആളാണ് എന്ന് പറയും. അലീന പോയി കഴിയുമ്പം മനു എന്നല്ലേ പേര്, എന്താ എവിടെയാണ് വീടെന്ന് ചോദിക്കും. പാലയിലാണ് എന്ന് പറയും. എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഒരു കമ്പനിയിലാണ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് മനു അവിടെ തിണ്ണയിൽ കസേര കയറിയിരിപ്പുണ്ട്. അലീന അകത്തോട്ട് ചെല്ലുമ്പോൾ ഒരു പരിഭവത്തോടെ പുറത്തേക്ക് നോക്കി നിൽക്കുവാണ് ശരണ്യ. പുറകിൽ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴും വേണ്ട, ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, പിണക്കത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അലീന പോയി ഒന്ന് കെട്ടിപ്പിടിച്ച് എന്നതാ ഈ കുറുമ്പത്തേക്ക് ഇത്ര വിഷമം എന്നൊക്കെ ചോദിച്ച് ചെയ്യുന്നേക്കും ഇത്തിരി അങ്ങ് സങ്കടമൊക്കെ അങ്ങ് അലിയും. അത് എന്തെങ്കിലും തിരിഞ്ഞിട്ട് ഭയങ്കര സങ്കടമാട്ടോ, അലീന ചേച്ചി ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്ന് പറയുമ്പം അതെന്താ മോൾ അങ്ങനെയൊക്കെ പറയുന്നത്, മോളുടെ അച്ഛനും അമ്മയും ഒക്കെ മോളുടെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പം അവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാണ്, ഞാൻ കോടതിയിൽ പോയി സത്യം പറയരുതായിരുന്നു, ആ സത്യം പറഞ്ഞതാണ് പ്രശ്നമെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും, അച്ഛനും അമ്മയും പോലും അങ്ങനെയാണ്, സമുദായക്കാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇവിടെ വന്നായിരുന്നു, അവരെല്ലാവരും എന്നോട് ദേഷ്യപ്പെട്ടു, അവരെല്ലാം പിണങ്ങിയാണ് ഇവിടുന്ന് പോയത് എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, നീ ചെയ്തത് എല്ലാ കാര്യങ്ങളും ശരിയാണ്, സത്യം പറയാനാണ് ധൈര്യം വേണ്ടത്, ആ സത്യത്തിൻ്റെ ഒപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്, സത്യം പറയുമ്പം കുറേ ശത്രുക്കളുണ്ടാകും, അത് നീ കാര്യമാക്കണ്ട, പിന്നെ രാഷ്ട്രീയക്കാർ അവർക്ക് അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് നിൻ്റെ കൂടെ നിന്നത്, നിന്നിൽ നിന്ന് എന്ത് നേടാമെന്നേ അവർ വിചാരിക്കുകയുള്ളൂ, ആ നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അടുത്ത ഇരയെ തേടി പോകും, അത് അത്രയേ ഉള്ളൂ, അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ശരണ്യെ ആശ്വസിപ്പിക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ അലീനയെ കൂട്ടി മനു ഷാജിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അന്നേരം ഷാജി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാട്ടോ സംസാരിക്കുന്നത്.
നീ ഓരോന്ന് പറഞ്ഞല്ലേ അവളെ കൊണ്ട് മൊഴി മാറ്റിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിക്കവാറും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അലീന ഷാജിയെ മനസ്സിലാക്കിക്കുമായിരിക്കാം. അത് കഴിഞ്ഞ് ഒരു പാർക്കിലൊക്കെ പോകുന്നുണ്ട് അലീനയും മനുവും കൂടി. എന്നിട്ട് മനു പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ഇതുപോലുള്ള വികാരങ്ങൾ, ഇങ്ങനെ ഒരു തോന്നലൊക്കെ തോന്നി തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് പയ്യെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അലീനയോടുള്ള ഇഷ്ടം പറയാൻ. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥയായിട്ട് കാണിച്ചത്.